ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം 10,000 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 15 ലക്ഷം രൂപയായി മാറുമായിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ വില അന്ന് വെറും 2 രൂപ 45 പൈസ മാത്രമേ ഉള്ളൂ. നമസ്കാരം, ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പെനി സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഒരു പ്രമുഖ മലയാളത്തിലെ ബിസിനസ് മാഗസിനിൽ ഒരു പെനി സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ചും ഉള്ള ഒരു ലേഖനം വായിക്കാൻ ഇടയായി. അതിൽ ചരിത്രത്തിൽ വളരെയധികം റിട്ടേൺസ് നൽകിയ പെനി സ്റ്റോക്കുകളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പെനി സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഉത്തേജനം ലഭിക്കുന്ന ഒരു കാര്യം തന്നെ. ഈ ഒരു കാര്യം കണ്ടപ്പോഴാണ് ഞാൻ പെനി സ്റ്റോക്കുകളെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പരിധി നോക്കാം എന്ന് കരുതിയത്. യഥാർത്ഥത്തിൽ പെനി സ്റ്റോക്കുകൾ എന്തുമാത്രം റിട്ടേൺസ് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ പെനി സ്റ്റോക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നത് ചെറിയ വിലയുള്ള സ്റ്റോക്കുകൾ. നമുക്ക് വേണമെങ്കിൽ ഒരു 10 രൂപയുടെ താഴെയുള്ളതെന്നോ 20 രൂപയുടെ താഴെയുള്ളതെന്നൊക്കെ പറയാൻ പറ്റും. ഒരു 1 പെനി എത്രയാണ് എന്നുള്ളതിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫോറക്സ് വാല്യൂ എടുത്തിട്ടൊന്നും കാണണ്ട. പക്ഷേ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന സ്റ്റോക്കുകൾ എന്നൊക്കെ മാത്രം കരുതിയാൽ മതി. ഈ ഒരു പെനി സ്റ്റോക്കുകളുടെ കൂട്ടത്തിലുള്ള ഒരു സ്റ്റോക്കായിരുന്നു സ്റ്റെല്ലൻ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ഒരു വർഷം മുമ്പ് ഇതിൻ്റെ വില 2 രൂപ 45 പൈസയായിരുന്നു. ഇന്ന് അതിൻ്റെ വില 3 രൂപ 69 പൈസയാണ്. അതായത് നിങ്ങൾ ഒരു വർഷം മുമ്പ് 10,000 രൂപ അതിലിട്ടിരുന്നുവെങ്കിൽ ഇന്നത് 15 ലക്ഷം രൂപയായി മാറുമായിരുന്നു എന്നർത്ഥം. എന്നാൽ ഇതേപോലെ തന്നെ സംഭവിക്കുന്ന സ്റ്റോക്കുകൾ എന്തുമാത്രമുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു 10 രൂപയുടെ താഴെയുള്ളത് അല്ലെങ്കിൽ 20 രൂപയുടെ താഴെയുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ എത്തരത്തിലാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, 10 രൂപയുടെ താഴെ റെഗുലറായിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം BSEയിൽ 630 എണ്ണമുണ്ട്. അതായത് ഒരു ആവറേജ് ട്രേഡ് വാല്യൂ 1000 എണ്ണത്തിൻ്റെ മുകളിലുള്ളത്. ഇതിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 95% മാത്രമേ ഒരു പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ളൂ. അതായത് നിക്ഷേപകർക്ക് കൈ പൊള്ളാതിരുന്നിട്ടുള്ളൂ. വലിയ റിട്ടേൺസിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ചിലതൊക്കെ ഒരു വർഷം മുമ്പുള്ള അതേ വിലയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ചിലതൊക്കെ 2%, 5% എന്നുള്ള പോസിറ്റീവ് റിട്ടേൺസ് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇതേപോലെ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ളത് വെറും 95%. അതായത് ഏകദേശം 15% മാത്രമാണ് പോസിറ്റീവ് റിട്ടേൺസ് നൽകിയ ഓഹരികൾ 10 രൂപയുടെ താഴെ വിലയുള്ളത് എന്നർത്ഥം. അപ്പോൾ പലരും കരുതും പെനി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ വളരെ മോശം സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി വളരെ വീക്കായിട്ടും ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ, അവയിൽ കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു കണക്കെടുക്കുന്നതുകൊണ്ടല്ലേ ഈ വെറും 15% മാത്രം പോസിറ്റീവ് റിട്ടേൺസ് നൽകുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം 10 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകളും എന്നാൽ അതേസമയം തന്നെ ലാഭത്തിലുള്ളതുമായിട്ടുള്ള കമ്പനികൾ, അവയുടെ കാര്യമെടുത്ത് നമുക്ക് നോക്കാം. അത്തരത്തിലുള്ള കമ്പനികൾ ഏകദേശം 286 ഉണ്ട്. അതിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയത് 43 എണ്ണമാണ്. വീണ്ടും അത് 15%. അതായത് ലാഭകരമായിട്ടുള്ള സ്റ്റോക്കുകൾ, കുറച്ചൊക്കെ ഫണ്ടമെൻ്റലി ഫിറ്റ് എന്ന് നമ്മുടെ പാരാമീറ്റേഴ്സ് പറയുന്ന സ്റ്റോക്കുകൾ, അവ എടുത്തെങ്കിൽ പോലും വെറും 15% മാത്രമേ നമുക്ക് ലാഭമുണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ എന്നർത്ഥം. 100 സ്റ്റോക്കുകൾ എടുത്താൽ അതിൽ 15 എണ്ണം മാത്രമേ നമുക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയിൽ ഒരു വർഷത്തിന് ശേഷം ഇരിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ വലിയ കമ്പനികളുടെ അവസ്ഥ എന്താണ്? അക്കാര്യം നമുക്ക് വേണമെങ്കിൽ നോക്കാം. 10 രൂപയുടെ മുകളിൽ വിലയുള്ള കമ്പനികൾ, റെഗുലർലി ട്രേഡ് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കമ്പനികൾ 10 രൂപയുടെ മുകളിലുള്ള ഏകദേശം 4200ഓളം കമ്പനികളുണ്ട് BSEയിൽ. അവയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയത് ഏകദേശം 1436 കമ്പനികളാണ്. അതായത് 34% കമ്പനികളും പോസിറ്റീവ് റിട്ടേൺസ് നിക്ഷേപകർക്ക് നൽകി എന്നർത്ഥം. 10 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകൾ വാങ്ങിച്ചാൽ 15% മാത്രമേ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഇത് 34% ഉണ്ട് എന്നർത്ഥം. എന്നാൽ ഈ ഒരു 10 രൂപയുടെ മുകളിലുള്ള സ്റ്റോക്കുകളിൽ ലാഭകരമായിട്ട് മുമ്പോട്ട് പോകുന്ന സ്റ്റോക്കുകളാണ് നിങ്ങൾ വാങ്ങിച്ചതെന്നിരിക്കട്ടെ. അത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം ഏകദേശം 3612 ഉണ്ട്. ഇവയിൽ പോസിറ്റീവ് റിട്ടേൺസ് നിക്ഷേപകർക്ക് നൽകിയത് ഏകദേശം 1254 ഉണ്ട്. ഏകദേശം 35% അടുത്ത് തന്നെയാണ് ഇവയും നൽകിയ നേട്ടം. അപ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാണ്. കുഞ്ഞൻ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങിച്ചു എന്നതിൻ്റെ അർത്ഥം അത് 10 മടങ്ങും 25 മടങ്ങുമായിട്ട് നിങ്ങൾക്ക് വലിയ റിട്ടേൺസ് നൽകുന്നില്ല എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ നിങ്ങൾ പെനി സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പണം പോകാത്ത സ്റ്റോക്കുകൾ വെറും 15% മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ.
100 സ്റ്റോക്കുകളാണ് നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ അതിൻ്റെ അകത്ത് 15 എണ്ണം മാത്രമേ നിങ്ങൾക്ക് ലാഭം നൽകുകയുള്ളൂ. പക്ഷേ അതേസമയം 10 രൂപയുടെ മുകളിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ 100 സ്റ്റോക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് 34 എണ്ണവും ലാഭകരമായിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. വിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം സ്റ്റോക്ക് വാങ്ങിക്കാൻ എന്നുള്ളതല്ല പറയുന്നത്. വാല്യൂഷൻ എന്ന് പറയുന്ന പാരാമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം സ്റ്റോക്ക് വാങ്ങിക്കാൻ. പക്ഷേ അതേസമയം ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉള്ള ഒരു മിഥ്യാധാരണയാണ് ചെറിയ വിലയുള്ള ഒരു 5 പൈസയും 10 പൈസയും 2 രൂപയും 5 രൂപയുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവ വളർന്ന് ഒത്തിരി നേട്ടം നൽകും എന്നുള്ളത്. ആ ഒരു തോന്നൽ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഏത് പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കുകളാണ് പോസിറ്റീവ് റിട്ടേൺസ് നൽകാനുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഈ ഡാറ്റയെല്ലാം കണ്ടിട്ട് ആരും ഞാൻ എക്സൽ ഷീറ്റുമായിട്ട് അഗാധ പ്രണയത്തിലാണെന്നൊന്നും കരുതേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പല കാര്യങ്ങളും പ്രതിപാദിക്കണമെങ്കിൽ നമ്പേഴ്സാണ് ഏറ്റവും നല്ലത്. അത് ചരിത്രാതീത കാലം മുതലേ അങ്ങനെ തന്നെയാണ് അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതെല്ലാം NSEയുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള റോ ഡാറ്റയാണ്. അത് വെച്ചിട്ട് എക്സൽ ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ കമ്പൈൽ ചെയ്തതാണ്. അത് കമ്പൈൽ ചെയ്തതിന് ശേഷം നമ്മൾ എക്സൽ ഷീറ്റിൻ്റെ അകത്ത് ഒരു പ്ലോട്ട് ഡ്രോ ചെയ്തതാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നത് തന്നെയാണ്. ഈ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് കമ്പനികളുടെ ഷെയർ പ്രൈസാണ്. വൈ ആക്സിസിൽ കാണുന്നത് എത്ര ശതമാനം സ്റ്റോക്കുകൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉള്ളത് പോസിറ്റീവ് റിട്ടേൺസ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 0 മുതൽ 10 രൂപ വരെയുള്ള സ്റ്റോക്കുകളുടെ ആ ഒരു റേഞ്ച് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏകദേശം 15% അടുത്താണ് ഉള്ളത്. അതായത് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള 15% സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപകർക്ക് ലാഭം നൽകിയിട്ടുണ്ട്. അതേസമയം നമ്മൾ നോക്കുക ഏകദേശം 900, 1000, 1100 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച്, അതിൽ ഏകദേശം 45% സ്റ്റോക്കുകളും നിക്ഷേപകർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ലാഭമാണ് നൽകിയിട്ടുള്ളത്. അതായത് 900 മുതൽ 1100 രൂപ വില വരെയുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചവർ, ആ സ്റ്റോക്കുകളിൽ 45% സ്റ്റോക്കുകളും ലാഭമാണ് നൽകിയത്. 10 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകളിൽ 15 എണ്ണം മാത്രം ലാഭം നൽകിയപ്പോൾ എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഒരു റിലേറ്റീവ് ഡാറ്റ പോയിന്റ്സ്, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ഒരു പ്ലോട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ ബബിൾസ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡാറ്റ, അതായത് കൂടുതൽ കമ്പനികൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ട്. നമ്മളത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എടുത്തതെന്ന് കാണാം. അതായത് നമ്മൾ ഏകദേശം ഒരു 70 മുതൽ 100 രൂപ വരെയുള്ള ആ ഒരു വേരിയേഷനിൽ ഏറ്റവും വലിയ ബബിൾ അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയുള്ള കമ്പനികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവ ഏകദേശം 30% അടുത്ത് കിട്ടുന്ന പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒന്നാമത്തെ കാര്യം, പെനി സ്റ്റോക്കുകളെന്നോ ചെറിയ വിലയ്ക്കുള്ള സ്റ്റോക്കുകളെന്നോ അവ വാങ്ങിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത തുച്ഛമാണ്. അത് 15% താഴെ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും ഒരു 1000 രൂപയുടെ ഇൻ ആൻഡ് അറൗണ്ടുള്ള സ്റ്റോക്കുകളാണ് ഏറ്റവും മികച്ച അഥവാ ഏറ്റവും കൂടുതൽ എണ്ണം പോസിറ്റീവ് റിട്ടേൺസ് അഥവാ നിക്ഷേപകർക്ക് കൂടുതൽ ലാഭം നൽകിയിട്ടുള്ള സ്റ്റോക്കുകൾ. പക്ഷേ പ്രായോഗികമായി പറയുകയാണെങ്കിൽ അത് 45% ഉള്ള ലാഭം നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും കമ്പനികളുടെ എണ്ണം ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് തുലവും ചെറുതാണ്. പക്ഷേ അതേസമയം 70 മുതൽ 100 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള കമ്പനികളുടെ എണ്ണം വളരെ അധികമാണ്, അഥവാ ഏകദേശം 4ഉം 5ഉം ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 70 മുതൽ 100 രൂപ വില നിലവാരത്തിലുള്ള കമ്പനികൾ അവ നൽകുന്ന 35% കമ്പനികളും ലാഭത്തിലാണ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെന്റിനാണ് കൂടുതൽ വില നൽകേണ്ടത്. 45% കമ്പനികളും ലാഭകരമായി മാറിയേക്കാം 1000 രൂപയുടെ അടുത്ത് എന്നുള്ളതിനേക്കാൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100 മുതൽ 200 രൂപ വരെയുള്ള കമ്പനികളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഉയർന്നു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യം ആ ഒരു കമ്പനികളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഏകദേശം 40%-ലേറെ കമ്പനികളിൽ ഉയർന്നു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. വലിയ കമ്പനികളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഉയർത്തുന്നില്ല, പക്ഷേ ഹോൾഡ് ചെയ്യുന്ന അത്രയും സുസ്ഥിരമായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ 75 മുതൽ 200 രൂപ വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളവർക്ക് വാല്യുവേഷനും ഏകദേശം 40%-ലേറെ കമ്പനികളുടെ വാല്യുവേഷനും ഫെയർലി വാല്യൂഡ് ആണ് എന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ആ പ്രൈസ് റേഞ്ചിൽ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ കമ്പനികൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് താരതമ്യേന ശരിയായിരിക്കും എന്നുള്ളത് കൊണ്ടുമാണ്. പൂർണ്ണമായും വാല്യുവേഷനിൽ വിശ്വാസം അർപ്പിക്കുക. നിങ്ങളൊരു ചെറിയ കാല നിക്ഷേപകനാണെങ്കിൽ ടെക്നിക്കൽസിന്റെ മുകളിൽ നിങ്ങൾ കണ്ടമാനം വർക്കൗട്ട് ചെയ്യുക. ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്കുകളിൽ കയറി തലയിടാതിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല,
നിങ്ങൾ തലയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭമുണ്ടെങ്കിൽ ലാഭത്തിലേക്ക് മുകളിലേക്ക് പോയേക്കാം, ചിലപ്പോൾ ഇരട്ടിയോളമൊക്കെ ആയേക്കാം. പക്ഷേ നിങ്ങൾ നല്ലൊരു ദിവസം നോക്കിയിരിക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ അത് ദിവസവും ലോവർ സർക്യൂട്ടിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യാൻ കഴിയാതെ ആയേക്കാം. നിങ്ങൾ നിക്ഷേപിച്ച വിലയേക്കാൾ താഴെ എത്തിയാൽ പോലും ലോവർ സർക്യൂട്ട് അവസാനിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇത് രസകരമായിട്ടുള്ള വീഡിയോ ആയി തോന്നണമെന്ന് ഒരു കാര്യത്തിനകത്തും നിർബന്ധമില്ല. പക്ഷേ എങ്കിൽ പോലും പൊതു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു തരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.